നമസ്കാരം. നദാനി അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ക്രൈഫിഷുകളുടെ സെയിലും അല്ലെങ്കിൽ അതിനൊരു വിപണി കണ്ടെത്തുന്നത് എങ്ങനെയൊക്കെയാണെന്ന്. ഞാനിവിടെ എങ്ങനെയാണ് ക്രൈഫിഷുകളെ സെയിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മാർക്കറ്റ് കണ്ടെത്തുന്നതും എങ്ങനെയാണ് അതിനെക്കുറിച്ചിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ്. കാരണം ക്രൈഫിഷുകൾ തുടക്കക്കാർക്കൊക്കെ വിരിഞ്ഞ് ഇറങ്ങി അത്യാവശ്യം കുട്ടികളൊക്കെ ആയി കിട്ടുന്നൊരു സാധനമാണ് ക്രൈഫിഷുകൾ. അപ്പോൾ അതിനെ എവിടെയാണ് വിൽക്കുക, എങ്ങനെയാണ് അതിന് വിപണി കണ്ടെത്തുക എന്ന സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. ഞാനും തുടക്കത്തിൽ ഇത് എവിടെ കൊണ്ടുപോയി വിൽക്കും, എന്ത് ചെയ്യും, ഓരോ ദിവസം കഴിയുന്തോറും കടി കൂടി ചാവുന്നൊരവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കിക്കോളൂട്ടാ. അപ്പോൾ ഈ കാണുന്ന സൈസിലും ഈ കാണുന്ന കളറുകളൊക്കെ കയറി തുടങ്ങിയ കുട്ടികളെയാണ് നമ്മൾ സാധാരണ സെയിലിന് വേണ്ടി റെഡിയാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെയിലിന് വേണ്ടി പിടിച്ച് അതിനെ പാക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചെറിയ ചെറിയ വീഡിയോകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പാക്കിങ്ങിൻ്റെ സ്റ്റേജുകൾ, അപ്പോൾ ഇതുപോലെ ചാക്കിലാക്കി കൊണ്ടുപോകുന്നത് എവിടേക്കാണ്, ബോക്സിലാക്കി കൊണ്ടുപോകുന്നത് എവിടേക്കാണ്, എല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്രൈഫിഷുകളെ പാക്ക് ചെയ്ത് അതിനെ കൊണ്ടുപോകാനുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ക്രൈഫിഷുകൾ നമ്മൾ എവിടെയാണ് സെയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ് അതിൻ്റെ കൊറിയറായിട്ടുള്ള ഓർഡറുകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൽ കൊടുക്കുന്ന നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടിട്ടാണ് ആളുകൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഒരു ആദ്യത്തെ ഒരു സെയിൽ ചെയ്യാനുള്ളൊരു മാർഗ്ഗം. രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഷോപ്പുകളിലേക്കൊക്കെ നമ്മൾ സംഭവം പാക്ക് ചെയ്ത് കൊണ്ടുപോകും. ക്രൈഫിഷുകളെ പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകുക. അപ്പോൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയി നമ്മൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ കൊടുക്കും, അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമ്മുടെ റേറ്റുകളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് നമ്മൾ പോരും. അങ്ങനെയാണ് ഹോൾസെയിലായിട്ടുള്ള കച്ചവടങ്ങൾ നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ കൂടുതലായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഫേസ്ബുക്ക് ഞാൻ അതുപോലെ വലിയ കാര്യമായിട്ടൊന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറില്ല. കാരണം ഒന്നുകൂടി അപ്ഡേഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു മീഡിയ എന്ന് പറയുന്നത് യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും അതിൻ്റെ പേരിലാണ് അതിൽ നമ്മൾ വീഡിയോകൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ കാണുന്നവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ക്രൈഫിഷുകളെ സംബന്ധിച്ച് കുറേ കുട്ടികൾ നമുക്ക് ഇറങ്ങിക്കിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ ഐറ്റമാണ്, എനിക്ക് ഇത്ര വില കിട്ടണം എന്ന് പറഞ്ഞ് കടുംപിടുത്തത്തോടു കൂടി നിൽക്കരുത്. ഒരു റീസണബിൾ പ്രൈസിൽ ആളുകൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിടന്ന് വെറുതെ കടികൂടി പോകുന്ന അല്ലെങ്കിൽ ചത്തുപോകുന്ന ഐറ്റംസാണ്. അപ്പോൾ അതിന് വഴിയൊരുക്കാതെ ആരെങ്കിലും പേടിച്ച് വളർത്താനായിട്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളൊരു വില നിശ്ചയിച്ചിട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്കും ഒരു വിപണി കണ്ടെത്താൻ പറ്റും. ആളുകൾ നമ്മുടെ നിന്ന് സാധനങ്ങൾ മേടിക്കുകയും ചെയ്യും. അല്ലാതെ ഒരുപാട് വില കൂട്ടിപ്പിടിച്ച് നമ്മൾ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം പോവില്ല. അതുപോലെ തന്നെ മേടിക്കുന്നവർക്കും ഈ പറഞ്ഞ പോലെ അത്രയും വില കൊടുത്ത് മേടിക്കണ്ടേ എന്നുള്ളൊരു ചിന്താഗതിയാണ്. തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ക്രൈഫിഷൊക്കെ ഡെഡായി പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പൈസ നഷ്ടമാവും. അപ്പോൾ അവർക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള വില നിശ്ചയിച്ച് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഷോപ്പുകളിൽ കൊടുക്കുമ്പോഴും അതിൻ്റേതായ രീതിയിൽ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് പിന്നെയും അവർ ഐറ്റംസ് മേടിക്കാനായിട്ട് ശ്രമിക്കും. നമ്മളിവിടെ ഓർഡറുകൾ സ്വീകരിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കൾ മുതൽ വ്യാഴം വരെയാണ് നമ്മൾ കൊറിയറായിട്ട് അയക്കുന്നത്. അപ്പോൾ ഈ തിങ്കളാഴ്ച തുടങ്ങി വ്യാഴാഴ്ച വരെ കൊറിയർ അയക്കണമെന്നുണ്ടെങ്കിൽ തലേ ആഴ്ചയിൽ വ്യാഴാഴ്ച വെള്ളിയാഴ്ചകളിലൊക്കെ ആയിട്ട് നമ്മൾ ക്രൈഫിഷുകളെ ടാങ്കുകളിൽ നിന്ന് പിടിച്ച് കണ്ടീഷൻ ചെയ്ത് 1-2 ദിവസമൊക്കെ ഇട്ട് അതിൽ നിന്ന് ഷെല്ല് പൊഴിക്കാനുള്ളവരൊക്കെ പൊഴിച്ച് നല്ല കുട്ടികളെ നോക്കിയിട്ടാണ് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ നമ്മൾ കൊറിയർ അയക്കുന്നത്. അതാണ് നമ്മുടെ കൊറിയറിൻ്റെ പരിപാടി. ഇനി നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് നമ്മൾ വീക്കെൻഡുകളിലാണ് നമ്മുടെ കടകളിലൊക്കെ കച്ചവടം കൂടുതൽ കിട്ടുന്ന സമയം. അപ്പോൾ നമ്മളത് കണക്കാക്കിക്കൊണ്ട് നമ്മൾ വ്യാഴാഴ്ച മുതൽ കൊറിയർ കഴിഞ്ഞ് ബാക്കിയുള്ള കുട്ടികളെ വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെയൊക്കെ നമ്മൾ അവരുടെ ഓർഡറുകൾ അനുസരിച്ച് കൊണ്ടു കൊടുക്കും. അപ്പോൾ അവർക്ക് ആഴ്ചയുടെ അവസാനം ശനിയാഴ്ചയൊക്കെയാണ് കൂടുതൽ കച്ചവടങ്ങൾ ഉണ്ടാവണേ. അപ്പോൾ ആ സമയത്ത് അവർക്ക് കൂടുതൽ ഐറ്റംസ് കൊടുക്കാനും പറ്റും. ഇനി അഥവാ പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള അടുത്ത ആഴ്ചയിൽ അവർക്ക് പകുതിയോളം വിൽക്കാനുള്ള കുട്ടികൾ അവരിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കോൺടാക്റ്റ് ചെയ്യും. അതല്ല തീരുന്നതിനനുസരിച്ച് കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ കൊണ്ടു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഹോൾസെയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആഴ്ചയുടെ അവസാനം നമ്മൾ ഈ പറഞ്ഞ ഷോപ്പുകളിലേക്ക് കുട്ടികളെ കൊടുക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസ് നമ്മൾ കുറച്ച് പൈസ നമുക്ക് കൂടുതൽ കിട്ടുന്നത് കൊറിയർ അയക്കുമ്പോൾ റീറ്റെയിൽ കൊടുക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കും കുറച്ച് പൈസ കിട്ടണം എന്നുള്ള ചിന്താഗതി കൊണ്ടാണ് നമ്മൾ ആദ്യം കൊറിയറുകൾക്ക് മുൻതൂക്കം കൊടുത്ത് ബാക്കിയുള്ളത് ഹോൾസെയിൽ കൊടുക്കണം. ഹോൾസെയിൽ തഴഞ്ഞു കളയുന്നല്ല, ഹോൾസെയിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കൊറിയർ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. ഹോൾസെയിൽ കടക്കാരായിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് എപ്പോഴും ഉണ്ടായാൽ നമ്മുടെ ഐറ്റം എപ്പോഴും പോയി കിട്ടും. 5-10 കുറഞ്ഞാലും നമുക്കത് സ്ഥിരമായിട്ടുള്ള ഓർഡറുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ആഴ്ചയുടെ അവസാനം നമ്മളത് കൊടുക്കാനുള്ള കാരണം വേറൊന്നുമല്ല, ഷോപ്പുകളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള കുട്ടികളെ കൊടുക്കണം. കാരണം അവർക്ക് മാറ്റിയിട്ട് വളർത്താനല്ല. അവരുടെ ഷോപ്പിൽ അക്വേറിയങ്ങളിൽ കിടക്കുമ്പോൾ ഒരു ഇത്തിരി വലിപ്പമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ മേടിക്കാം, അവർക്കൊരു മാർജിനിട്ട് വില പറയുകയും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളത് പിടിച്ചിട്ട് അവസാനമാകുമ്പോഴത്തേക്കും കൊടുക്കുമ്പോഴത്തേക്കും ഈ കുട്ടികൾ കുറച്ചുകൂടെ സൈസ് ആയിട്ടുണ്ടാവും. നമ്മൾ കൊറിയർ അയക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സൈസ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കൊറിയർ അയക്കുന്നത് അപ്പോൾ ചെറിയ സൈസ് ആണല്ലോ അയക്കണേ എന്ന് ചിന്തിക്കും. കൊറിയർ അയക്കുന്നത് ചെറിയ സൈസല്ല, അതിലും ഒരാഴ്ചത്തെ വളർച്ച അവർക്ക് കിട്ടും. അത് നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കുന്നു മാത്രം. വില കുറഞ്ഞാലും അവർക്ക് ഇത്തിരി വലുത് കൊടുക്കുന്നു. ഇനിയിപ്പോൾ കൊറിയർ അയക്കുമ്പോൾ നമ്മൾ വലിയ പീസുകൾ അയക്കാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ഡെഡ് ആവാനുള്ള സാധ്യതയും വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മീഡിയം സൈസ് ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ചൊക്കെ കണക്കാക്കിയിട്ടുള്ള കുട്ടികളെ എപ്പോഴും കൊറിയർ അയക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരാഴ്ചത്തെ ഈ പറഞ്ഞ പോലെ കൊറിയർ അയക്കുന്ന രീതികളും കൊറിയർ അയക്കുന്ന ഓർഡറും. ഇതൊന്നും ഞാൻ മറ്റുള്ളവരോട് ചോദിച്ച് പഠിച്ചിട്ടുള്ള കാര്യമല്ല കേട്ടോ, നമ്മുടെ അനുഭവം കൊണ്ട് പഠിച്ചെടുത്തിട്ടുള്ള കാര്യമാണ്. കുറേ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെയാണ് സെയിൽ ചെയ്യാമെന്നൊക്കെ നമ്മൾ സ്വയമേ കണ്ടെത്തിയതാണ്. അപ്പോൾ നിങ്ങളായാലും ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു അറിവിന് വേണ്ടി പറഞ്ഞു തന്നതാണ്. ഇത് വേറെ രീതിയിൽ ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് എൻ്റെ ഒരു ചെറിയ സെറ്റപ്പിൽ ഞാൻ ചെയ്യുന്നൊരു രീതി നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടേതായ രീതികൾ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാതെ ഒരാൾ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വിജയം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടേതായ ഐഡിയകൾ നമ്മുടേതായ വിപണി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ.